ഞാൻ പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ് ഇടുന്ന കുട്ടി കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പോഴും ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ, പ്രശ്നമില്ല. പക്ഷെ അന്ന് ഇപ്പൊ തുണി എടുക്കാൻ നടന്നാലും അതെന്റെ നോ പ്രോബ്ലം. അതെ, എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. അത് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അത് ശരിയാവണമെന്ന് ഇല്ല. അതെങ്ങനെ ശരിയാവുന്നത്? ഞാൻ ചേച്ചി, അതായത് സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിന്റെ ഒരു എപ്പിസോഡിൽ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ സുധിച്ചേട്ടന്റെ കൂടെയുള്ള കുറെ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ഞാനൊരു സംഭവം തന്നെ. പക്ഷെ അതിലുള്ള ഒരു രേണു ചേച്ചിനെയല്ല ആഫ്റ്റർ സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം നമ്മൾ കാണുന്നത്. ഈവൻ ഡ്രസ്സിങ് ഭയങ്കരമായിട്ട് മാറി. ഒരാള് വന്നിരിക്കുന്നത് അന്നേ അങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യുന്ന ഒരാളായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ. പാവാടയും ബ്ലൗസും അതുപോലെ ഉടുപ്പൊക്കെയാണല്ലോ ഞാൻ ഇടുന്നത്. ശശിയേ, നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചു. ഞാൻ സാരി ഒന്ന് സുചേട്ടനുള്ളപ്പോ ഞാൻ സാരി ഉടുത്തിട്ടേ ഇല്ല. പുരപ്പുറം തൂക്കുന്നു കേട്ടിട്ടില്ലേ? അതായി കാണുന്നത്. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നതുകൊണ്ടല്ലേ. സാരി അല്ല, ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് തീർത്തും ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം മാത്രമാണ്. അതിപ്പോ ചേച്ചി ചെയ്യുന്ന ചേച്ചിയൊക്കെ നോക്കുകയാണെങ്കിൽ ചേച്ചിക്ക് ചെയ്യാം. അതിൽ യാതൊരുവിധ എന്താ പറയാ ഒരു എതിർ അഭിപ്രായവും എനിക്കില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം അന്ന് കാണുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടി എന്താ പറയാ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സിംഗ് ചേച്ചി ചെയ്ത് തുടങ്ങി. ഞാൻ പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ് ഇടുന്ന കുട്ടി കണ്ടിട്ടുണ്ടോ? എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. പാചകം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. ഒരു ഫോട്ടോഷൂട്ട്. അപ്പൊ എന്താണ് ഫോട്ടോഷൂട്ട്? അതെന്റെ ജോലിയല്ലേടാ. അതെ, ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. അതിന്റെ ഭാഗമായിട്ട് എക്സ്പോസ് ചെയ്യാൻ എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്. അതിനിപ്പോ ഓവർ ആണോ ഇല്ലെന്നൊന്നും അത് ഞാൻ നോക്കത്തില്ല. ഭയങ്കരം തന്നെ. എനിക്ക് ഇണങ്ങുന്ന രീതി. അതെ. മറ്റുള്ളവർക്ക് ചിലപ്പോ ഓവർ ആകാം. അതെ, അല്ല കുട്ടി പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് ചിലപ്പോ ഓവർ ആകാം. ഞാൻ പറയുന്നത് ഒരു പക്ഷെ അതായിരിക്കാം എന്ന് എനിക്ക് തോന്നി. അതുവരെ കാണുന്ന ഒരു രേണു സുധിയല്ല മരിച്ചതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത് ചെയ്താലും വെയിറ്റില്ല. എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാനൊക്കെ വാങ്ങിച്ചോണ്ടെന്നറിയോ? ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. ഇപ്പൊ ഈ ഫോട്ടോഷൂട്ട് തന്നെ ഞാൻ എക്സാമ്പിൾ പറയട്ടെ. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം. ആരോട് ചോദിച്ചിട്ട്? ഇതിനാണോ ഇക്കണ്ട പണിയൊക്കെ എടുത്തത്? അതില് ഒരു പ്രയാസമില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് നെഗറ്റീവ് അങ്ങനെ വന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ആദർശവാദി. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ഒരു മര്യാദ വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്തതാണ്. ഒരു പക്ഷെ അങ്ങനെയൊക്കെ ഡ്രസ്സിങ് അന്നേ ചെയ്തിരുന്നുവെങ്കിൽ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ, കുഴപ്പമില്ല. അതെ, പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഇവിടെ. അളിയനായാലൊന്നും തലയിടണ്ട. മനസ്സിലായോടാ പന്ന പരട്ട പന്നി. അത് ഇപ്പോഴും ചേച്ചി ഇടുന്നുണ്ട്, അപ്പോഴും ഇടുന്നുണ്ട്. ഇനി ഇപ്പോഴും ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ, പ്രശ്നമില്ല. പക്ഷെ അന്ന് തുണി എടുക്കാൻ നടന്നാലും അതെന്റെ നോ പ്രോബ്ലം. നോ പ്രോബ്ലം. അതെ, ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, യാതൊരു. കാരണം എനിക്ക് തുണി എടുക്കാൻ നടക്കുമെന്ന് പറയുവേ. അത് ശരി. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് കംഫർട്ടായ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അതേപോലെ ചേച്ചിക്ക് കംഫർട്ടായ ഡ്രസ്സിന് ചേച്ചിക്ക് ഇടാം, ഒരു പ്രശ്നമില്ല. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം. അത് ഇനി എല്ലാവരും കൂടെ എന്റെ മതി കയറിക്കോ. പക്ഷെ അന്ന് ചേച്ചീനെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡ്രസ്സിൽ കണ്ടിട്ടില്ലായിരുന്നു. അതൊരു ആളുകൾ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ അതായിരിക്കാം. പക്ഷെ ഇന്നിപ്പോ നമ്മൾ അങ്ങനെ ചേച്ചീനെ കാണുന്നുണ്ട്. ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട്. പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. അപ്പൊ പെട്ടെന്ന് സുചേട്ടന്റെ മരണത്തിന് ശേഷം അങ്ങനെ ചേച്ചീനെ കാണുമ്പോൾ വേണേ ഞാൻ 2-3 ഒരു ഫോട്ടോഷൂട്ട് ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും കാണിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അന്ന് കണ്ടിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായി ആളുകളിൽ ഒരു നെഗറ്റീവ് കൂടി തരാൻ ചാൻസ് ഉണ്ടായിട്ടില്ലേ? അല്ല, അതിനകത്ത് നെഗറ്റീവ് കാണിക്കുന്ന എന്താന്ന് എനിക്കറിയാത്തത്. ഓനക്ക് വെക്കുന്ന മയക്കുപിടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ ഞാൻ മയങ്ങി വീഴൊന്നുമില്ല. അതിനകത്ത് എന്താണ് ഞാൻ കാണിക്കുന്ന നെഗറ്റീവ്? അത് പറയൂ. ഒന്ന് പോയാ എനിക്ക് വേറെ പണിയുള്ളതാ. ചെല്ല്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് നെഗറ്റീവ് ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് ഇല്ല. പക്ഷെ അല്ല, നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടിൽ വരുമ്പോഴേ ആഡ് ഷൂട്ടിനകത്ത് എന്തോ ആവട്ടെ, രാവിലെ പരസ്പരം ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ട് ഫോട്ടോഷൂട്ട് അല്ല, അത് ഒരു
പുറത്തുള്ള ഒരു അബുദാബിയിലുള്ള ഒരു ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ട് അവർ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ഒരു ആഡ് ഷൂട്ടാണ്. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല ഒട്ടുമില്ല. അവർക്ക് വീഡിയോസ് മാത്രമേ എടുത്തു കൊടുത്താൽ മതി. അപ്പൊ നമ്മള് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും നമ്മളും വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു. സോ അപ്പൊ നമ്മുടെ ആ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോസ് ആണ് അത്. ഫോട്ടോഷൂട്ടേ അല്ലായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നമ്മൾ എടുക്കുമല്ലോ. വെറുതെ ആണല്ലോ ഫോട്ടോ എടുക്കത്തില്ല എല്ലാവരും. സോ അങ്ങനെ എടുത്ത സാധനമാണ്. പിന്നെ എനിക്ക് ആ ഡ്രസ്സിനോട് ശരിയാണ്, കുട്ടി പറഞ്ഞ ശരിയാണ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഇത്ര മാറ്റമോ, അയ്യോ. മരണത്തിന് ശേഷം നീ എന്താണ് വിചാരിച്ചത്? ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. സുധിച്ചേട്ടനുള്ളപ്പോ എനിക്ക് ഫോട്ടോഷൂട്ട് വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കും. അതെന്റെ ഇഷ്ടമല്ലേ, സുചേട്ടന്റെ ഇഷ്ടമല്ലേ? തീർച്ചയായും. പിടികിട്ടിയോ? സുചേട്ടനുള്ളപ്പോ എനിക്കിപ്പോ ഫോട്ടോഷൂട്ട് ചെയ്യേണ്ട, അഭിനയിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ഏട്ടന് ഞങ്ങൾക്കൊരു കുടുംബത്തിനൊരു താങ്ങായിരുന്നു, തണലായിരുന്നു. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. പവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. എനിക്കിപ്പോ അറിയാവുന്ന പണി ഇതാണ്. അത് ഞാൻ അന്ന് പറഞ്ഞ ഞാൻ അഭിനയ സിംഹമൊന്നുമല്ല, എന്നെ കളിയാക്കുന്നതല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളടാ. ശിശുവാണ് അഭിനയത്തില്. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരയിടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. ഇപ്പൊ എന്നെ വിളിക്കുന്ന ഓരോ ക്യാരക്ടർ, ഇപ്പൊ ആൽബം ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമ വന്നിട്ടുണ്ട്, തിയേറ്റർ മൂവി വന്നിട്ടുണ്ട്. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ധൈര്യം വേണം, ഇല്ലേ? ഈ പറയുന്ന ഈ നെഗറ്റീവ് പറയുന്ന ഏതേലും ഒരുത്തനെ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ മാറി നിൽക്കാം, എന്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുമോ? മാർക്കും എനിക്കറിയത്തില്ല. അവർക്കിതൊക്കെ അറിയാം. പിന്നെ ഡ്രസ്സിന്റെ കാര്യം, ഈ ഡ്രസ്സ് എനിക്ക് വേറെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലടാ. എനിക്കത് അത്യാവശ്യം നല്ല ഇണങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ മറച്ചു തന്നെയാണ് വെച്ചേക്കുന്നത്. അതെ, ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, യാതൊരു. കാരണം എനിക്ക് തുണി എടുക്കാൻ നടക്കുമെന്ന് പറയുവേ, തുണി എടുക്കാൻ നടക്കുമെന്ന് പറയുവേ, തുണി എടുക്കാൻ നടക്കുമെന്ന് പറയുവേ. അതെന്റെ വലിയൊരു ആഗ്രഹം. ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാ ഞാൻ ചെയ്തത്? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് കംഫർട്ടായ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അതേപോലെ ചേച്ചിക്ക് കംഫർട്ടായ ഡ്രസ്സിന് ചേച്ചിക്ക് ഇടാം, ഒരു പ്രശ്നവും. പക്ഷേ അന്ന് ചേച്ചീനെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡ്രസ്സിൽ കണ്ടിട്ടില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഞാൻ എങ്ങനെയുണ്ട്? ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഇത്രയും വൃത്തിയിടും. അല്ല, അതിനകത്ത് നെഗറ്റീവ് കാണിക്കുന്ന എന്താന്ന് എനിക്കറിയാത്തത്. അതിനകത്ത് എന്താണ് ഞാൻ കാണിക്കുന്ന നെഗറ്റീവ്, അത് പറയൂ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് നെഗറ്റീവ് ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് ഇല്ല.